ഒരുപാട് നാളായിട്ട് ഈ ഒരു ഇലയുടെ മെമ്മറി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഒരു വാഴൻ്റെ ഇല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അതിലേക്കുള്ള മിക്സാണ്. കുറച്ച് തേങ്ങ, അതുപോലെ ശർക്കര ക്രഷ് ചെയ്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അതുപോലെ ഗോതമ്പിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് കൊണ്ട് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയാണ്. വേണമെന്നുണ്ടെങ്കിൽ മൈദ കൊണ്ടും അതുപോലെ അരിപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ഗോതമ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ആവിയിൽ നിന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇഡ്ഡലി തട്ടോ നൂൽപുട്ടിന് തട്ടോ എന്ത് വേണം യൂസ് ചെയ്യാം. ഒരു ആവിയിലൊരു 5 to 10 minutes ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇലയുടെ റെഡിയാണ്. ഇപ്പോൾ ഒരു 5 to 10 minutes ഞാൻ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ഇലയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കണ്ട ആ ഒരു തേങ്ങയും ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. മധുരം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ ഇലയുടെ.